ഞങ്ങൾ ഗാനമേളയ്ക്ക് ആദ്യം സ്റ്റാർട്ട് ഞാൻ ചിത്ര MG ശ്രീകുമാർ ആ ട്രിവാൻഡ്രത്തുള്ള എല്ലാ പാട്ടുകാരും ശ്രീകാന്ത് പിന്നെ ഇവരുടെ ഒന്നും കൂടുതൽ ചേച്ചിയെ ഞാൻ കണ്ടില്ലല്ലോ എവിടെ പോയിരിക്കും അതൊക്കെ ഭയങ്കര പോളിറ്റിക്സാണ്. ലളിതാ സഹസ്രനാമം എപ്പോഴൊക്കെ ചെല്ലാന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാം. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലേ സ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം. ആ കട്ടി വാക്കുകൾ നമ്മൾ കട്ടിയായിട്ട് തന്നെ പറയണം. ഓ ശരി. ദംഷ്ട്രോജ്വലാക്ഷമാലാധിധര രുധിര സംസ്ഥിത കാളരാത്രിയാദിശക്തൗഘവൃത സ്നിഗ്ധൗദനപ്രിയ. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിച്ച് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. തേരെ ബിനാ ജിന്ദഗി സേ കോയി ശികവാ തോ നഹീ ശികവാ നഹീ ശികവാ നഹീ ശികവാ നഹീ. അടുത്ത പ്രാവശ്യം വരുമ്പം ഒരു ബുക്ക് ഞങ്ങളെ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാനുള്ള കാര്യങ്ങള് ഇതെല്ലാം ആയിട്ട് ഇങ്ങോട്ട് പോന്നേച്ചാ മതി. തീർച്ചയായിട്ടും. ചേട്ടാ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതായിരുന്നു? ചേട്ടൻ കേട്ട പാട്ട്? ഗാനമേളയിൽ കേട്ട പാട്ട് എനിക്ക് ഓർമ്മയില്ല. അന്നൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ 79 ആകാംക്ഷ. അന്ന് ബ്രഹ്മാണ്ടന്റെ ഗാനമേളയായിരുന്നു അവിടെ. അല്ല ചേച്ചി പാടിയപ്പോ ചേട്ടൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ് ചെന്നില്ല, ഇടയ്ക്കാ ചെന്നത്. ഓ അത് ശരി, ഓക്കെ. എന്നാലും ചേച്ചി പാടിയ ഒരു പാട്ട് ഓർമ്മയില്ല? ഇല്ല. ആദ്യമായിട്ട് പാടിയ ഓർമ്മയില്ല? ചേച്ചിക്ക് അത് പിന്നെ ചോദിക്കാൻ പറ്റൂലല്ലോ, ചേട്ടൻ എപ്പോഴാ കേട്ടോന്ന് അറിയത്തില്ല. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അക്കാഡമി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചു. നമ്മളെ പൊന്നമ്മച്ചി കൊച്ചു പിള്ളേരാണ്. ഞാൻ പറയാം ചേച്ചി അടുത്ത് കാണുമ്പോ. ചേച്ചി അല്ല ഞാൻ കണ്ടു പറയണല്ലോ, ഷോയിൽ വന്നു വിശേഷമൊക്കെ പറഞ്ഞു എന്നൊക്കെ അറിയണ്ടേ. ഓക്കെ. അപ്പൊ എങ്ങനെ ചേച്ചി ചേട്ടന് ഇഷ്ടാന്ന് പറഞ്ഞു? ലവ് സ്റ്റോറി അല്ല, ഞാന് എന്തോ നമുക്ക് ആക്ച്വലി എന്നെ ഞങ്ങൾ കാണുമ്പോ പൂനെക്ക് ആലിസിന്റെ ആന്റിയുടെ അടുക്ക പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ നല്ല ടാലൻ്റ് ഉള്ളൊരു കുട്ടി, ഇങ്ങനെ അവിടെ പോയി പാട്ടൊക്കെ പോയി ഇങ്ങനെ പോകണ്ട എന്നൊരു തീരുമാനമുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി വേറൊരാളായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ആലിസ്, ഞാൻ ഇങ്ങനെ ഒരാളുടെ ഒക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ലാതെ തന്നെ ഞാൻ കല്യാണം കഴിക്കാമായിരുന്നു എന്ന് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു. താൻ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതനുസരിച്ചു. പിന്നെ ഇവിടെ ആ സമയത്ത് അപ്പൊ ചേച്ചി എങ്ങനെ ചേട്ടൻ ഓൾറെഡി ഒരാൾക്ക് കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ പിന്നെ ചേച്ചിയോടൊരു ഇഷ്ടം വന്നേ പാട്ട് കേട്ടിട്ട് സൗന്ദര്യത്തിന്റെ പേരിലൊന്നും അല്ല, പാട്ട് കേട്ടിട്ട് ഇഷ്ടം വന്നു. ഇഷ്ടം വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ചേച്ചിയോട് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു. അതായത് ഈ പോണ്ടെന്നുള്ള മാത്രമേ പറഞ്ഞോളൂ. പോകണ്ട, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇല്ലാതെ തന്നെ ഞാൻ കെട്ടുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ക്ലാഷ് വന്നപ്പോഴത്തേക്ക് പിന്നെ ആലിസിനെ കല്യാണം കഴിച്ചു. അതാണ് എന്റെ റിയൽ സ്റ്റോറി. അല്ലാതെ ഞങ്ങള് ഈ മരഞ്ചുറ്റി പ്രേമമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ അതിലും എനിക്കൊരു ഇത് പറ്റി. ഞാൻ വിചാരിച്ചു ഞാൻ കുടുംബത്തിലേറ്റവും ഇളയാളാ. അപ്പോൾ അമ്മയുടെ പെറ്റുമായിരുന്നു. അപ്പം അമ്മ ഇത് സമ്മതിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സമ്മതിച്ചില്ല. ഭയങ്കര ഇഷ്യൂ ഉള്ള സമയമല്ലേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പക്ഷേ വീട്ടിൽ കയറ്റിയില്ല ഞങ്ങൾ അങ്ങനെയല്ലേ പൊന്നമ്മച്ചേച്ചിയുടെ വീട്ടിലൊക്കെ വീടെടുത്ത് താമസിച്ചത്. നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന പോലെ വീട്ടിൽ, അതോ സമയത്ത് പറഞ്ഞു? ഞങ്ങള് കൊല്ലത്ത് ബൈക്കിൽ രണ്ടുപേരും കൊണ്ട് ട്രാവൽ ചെയ്തു. ഇതാരോ കണ്ടു, ചേച്ചിയും കൊണ്ട് പോകുന്നത്. അപ്പോൾ ആരോ കണ്ട് വീട്ടിൽ ഇത് അറിയിച്ചു, ഇങ്ങനെ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെ സംസാരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു. അവന് ശരിയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബ്രദറിലോടെ വീട്ടിൽ ബ്രദറിലോടെ അഡ്വൈസ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിൽ നല്ലത് ഞാൻ പുറത്തിറങ്ങുന്നതല്ലേ എന്നല്ലാന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഒരു വഴി കടന്നാലോചിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങളുടെ കാലത്ത് സെറ്റിലായി. അപ്പൊ അമ്മയ്ക്ക് വിഷമം ഉണ്ടായില്ലേ? ഉണ്ടായി. അമ്മയും ആലിസിനെയും 2 തട്ടിൽ നിർത്തി. അമ്മയ്ക്ക് നല്ല ഏജിലായി. അമ്മയുടെ ബാക്കിയുള്ള മക്കളെല്ലാം വെൽ സെറ്റിൽഡാണ്. പിന്നെ ഇതൊരു ജീവിതം തുടങ്ങാൻ പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിനെ വേദനിപ്പിക്കണോ അമ്മയെ വേദനിപ്പിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ബെറ്റർ അമ്മയെ വേദനിപ്പിക്കുന്നതാണെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ ശാപം മേടിച്ച് നമ്മൾ ജീവിക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു.
പക്ഷെ ആദ്യം ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം കുറേ സ്ട്രഗിളിംഗ് ആയിരുന്നു. പിന്നെ ചേച്ചിയുടെ ഈ ലൈം ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴും? ഞാൻ എൻ്റെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ വീട്ടില് സമ്മതമായിരുന്നു? എൻ്റെ വീട്ടിലും ഭയങ്കര ഉടക്കായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര അതെ, എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പിന്നെ ഉണ്ണേട്ടൻ്റെ സ്വഭാവമൊക്കെ അറിഞ്ഞപ്പോഴേ പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണേട്ടനെ. എന്നോടൊപ്പം എന്നെ ഉണ്ണികൃഷ്ണ പേര് തീർത്ത് വിളിക്കുമായിരുന്നു. മറ്റുള്ളവരെല്ലാം ഉണ്ണീന്നേ വിളിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ അച്ഛൻ തന്നെ ഉണ്ണികൃഷ്ണനെ വിളിക്കാറ്. ഭയങ്കര സ്നേഹമായി. പിന്നെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും സഹകരിക്കും. പിന്നെ എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ എല്ലാ വീട്ടിലും എനിക്ക് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറി ഇപ്പൊ ആലിസ്. അത് ഞങ്ങള് സത്യം പറഞ്ഞ ആ ചേച്ചി ആ ഒരു ഡിസ്റ്റൻസ് അതിലാണ് ഞാൻ ചേച്ചിയിൽ വീണത് കേട്ടോ. ശരിക്കും ചേച്ചി ഞാൻ അമൃത ചാനലിൽ തന്നെയാ കണ്ടത്. ആ പ്രോഗ്രാമില് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരാൾ അയച്ചു തരിക ചെയ്ത. ആണോ? ആ സത്യം ഞാനിങ്ങനെ വാ വിളിച്ചു പോയി. സത്യം ചേച്ചി എന്ത് രസമായിട്ടാണ് ലളിത സഹസ്രനാമം. ഞാനിപ്പോ ഇങ്ങനെ പാടാൻ കയറിയപ്പോ ഞാൻ ഈ പാട്ട് പാടി കഴിയുമ്പോ ഇപ്പം ഞാനും എം ജി ശ്രീകുമാറൊക്കെ ട്രിവാൻഡ്രത്ത് ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും എം ജി ഒക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ച്. പുള്ളി അന്നേരം ഫീൽഡിൽ വന്നിട്ടില്ല. ഞങ്ങൾ ഗാനമേളയ്ക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ, ചിത്ര, എം ജി ശ്രീകുമാർ, ആ ട്രിവാൻഡ്രത്തുള്ള എല്ലാ പാട്ടുകാരും, ശ്രീകാന്ത്. പിന്നെ ഇവരുടെ ചേച്ചിയെ ഞാൻ കണ്ടില്ലല്ലോ. അതൊക്കെ ഭയങ്കര പൊളിറ്റിക്സ് ആണ്. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ? കഴിവുകാർക്ക് പൊളിറ്റിക്സ് ഉണ്ടോ? ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ വന്നവരാ. ഞാൻ, ചിത്ര, എം ജി ശ്രീകുമാർ, മാർക്കോസ്, ആ കാലഘട്ടത്തിലുള്ള പാട്ടുകാരൻ്റെ ഒക്കെ കൂടെ ഞാൻ സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് അതന്നെ വന്ന ഒരാളാണ്. ഞാൻ ആദ്യമേ പാടിയത് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ പടത്തിലാണ് പാടിയത്, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. അതിനകത്തൊരു പാട്ട് പാടി. രവീന്ദ്രൻ മാഷ് എന്നെ വിളിച്ചിട്ട് മദ്രാസ്, അന്ന് മദ്രാസാണ്, ചെന്നൈ അല്ല, മദ്രാസിൽ പോയിട്ട് ഞങ്ങൾ അഞ്ച് ഫീമെയിൽ, അതായത് സുജാത, ഞാൻ, സുനന്ദ, ലതിക, ചിത്ര, ഞങ്ങൾ 5 പേരും കൂടെ ചേർന്നൊരു ഓരോരുത്തർക്കും ഓരോ സോളോ പാടി. 1-1-11 പറഞ്ഞൊരു പടത്തിൽ അങ്ങനെ ആ പാടി. പിന്നെ മോഹൻ സിതാരയുടെ ഒരു പാട്ട് ഞാൻ പാടി. അങ്ങനെ ഒരു പിന്നണി ഗായിക എന്ന് വേണമെങ്കിൽ പറയാന്നുള്ള രീതി. വേണമെങ്കിൽ എന്നല്ല, ചേച്ചി വന്നിരിക്കുന്ന ലിസ്റ്റ് പറയുന്നവരെല്ലാരെയും ഞങ്ങൾക്ക് അറിയാം. ഈ പറയുന്ന ആലീസ് പറയുന്ന വ്യക്തിയെ മാത്രം ഇതിനകത്ത് അറിയുന്നില്ല. എം ജി ശ്രീകുമാർ ഈ ഷോയില് പണം നേടാം അമൃത ചാനലിന്റെ ഷോയില് ഞാനും ആലീസ് ഒരുമിച്ച് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആലിസിന്റെ കൂടെ പാടിയിട്ടുണ്ട്. ഇവരെന്റെ കൂടെ പാടുന്ന സമയത്ത് ഞാൻ സൂപ്പർ സ്റ്റാർ അവിടെ ട്രിവാൻഡ്രത്ത്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ ഇനി ഭയങ്കരമായിട്ട് ഫിലിമിലൊക്കെ വരും, പിന്നണി ഗായിക എന്നുള്ളൊരു ഇതിലേക്ക് വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് വിഷമമുണ്ടോ ചേച്ചി? ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരാനൊന്നും പറ്റത്തില്ല. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, ഞാനിങ്ങനെ മനസ്സിലിരുന്ന് ആലോചിക്കും, ചോറ് വെക്കാനായിട്ട് ഇങ്ങനെ അടുപ്പിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ ഞാൻ ഇത് വെക്കാനാണോ എൻ്റെ ഒരു മറ്റവരൊക്കെ എത്രയോ പാട്ടുകൾ പാടുന്നു. അവരൊക്കെ ഈ ഇൻഡസ്ട്രി വിട്ട് പോയിട്ടേ ഇല്ല ഇപ്പോഴും. ഫുൾ ടൈം അവർ എൻഗേജ്ഡാണ് ഇപ്പോഴും. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിച്ച് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ സന്തോഷം കണ്ടെത്തിയത് ഈ അമ്മയുടെ അടുത്ത് പോവുകയും അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയും ലളിതാ സഹസ്രനാമങ്ങൾ പഠിക്കുകയും ചൊല്ലി എല്ലാ സഹസ്രനാമങ്ങളും ചൊല്ലി. ഞാൻ ലളിതാ സഹസ്രനാമം മാത്രം കാണാതെ ചൊല്ലും. അപ്പം അങ്ങനത്തെ ദൈവത്തിന് മുമ്പിൽ ഞാൻ കൂടുതൽ സറണ്ടറായി. കുറെ 12 വർഷത്തേക്ക് എൻ്റെ എല്ലാ ആക്ടിവിറ്റിയും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇത് മാത്രം ഭക്തിയിലോട്ട് മാത്രം ഭാഗവതം വായിക്കും, രാമായണം വായിക്കും, എല്ലാ ഇതും വായിക്കുകയും പാടുകയൊക്കെ അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് വന്നു. ആത്മീയ ഒരു പക്ഷേ ദൈവം എന്നെ അങ്ങനെ ആക്കിയതാകാം. അതിനുശേഷം എനിക്കിപ്പോൾ ഒരു ബ്രേക്ക് വന്നത് ഈ അമൃത ടിവിയിലെ പാടാം നേടാം പണം നേടാം എന്നുള്ള പ്രോഗ്രാമാണ്. ആ ഷോയിൽ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വൈറലായി. കാരണം ഞാൻ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എന്നോട് എം ജി ചോദിച്ചു, ഈ പ്രായത്തിൽ ഇപ്പോൾ ഇത്ര നന്നായിട്ട് എങ്ങനെ പാടാൻ സാധിക്കുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 15 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നൊരു സാധനമുണ്ട്, ലളിതാ സഹസ്രനാമം. അത് ഞാൻ രാവിലെയോ ചിലപ്പം വൈകുന്നേരമായിരിക്കും ചൊല്ലുന്നത്. ഇന്ന് രാവിലെ ചൊല്ലിട്ടാണ്. അപ്പം അങ്ങനെ ചൊല്ലുന്ന ഒരാൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരത്തില്ല. അതൊരു ശരിക്കും ഒരു ശ്വസനക്രിയയാണ്, അല്ലാതെ ഇതിനകത്തൊരു മതമില്ല. മതത്തെ നമ്മൾ 3ആയിട്ട് വേർതിരിച്ച് കാണരുത് ഒരിക്കലും. എല്ലാ മതത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ ഫോളോ ചെയ്യണം. അതിപ്പോൾ ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും മുസ്ലിം മതമായാലും ഏത് മതമായാലും അവർ പറയുന്ന നല്ല കാര്യങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊന്നാണ് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഏതൊരു വ്യക്തിയും നല്ലതുപോലെ അവരുടെ ശ്വസനക്രിയ റെഡിയാകും. അത് മാത്രമല്ല, നമ്മളുടെ ഈ 6 ചക്രങ്ങളില്ലേ, അതിനെ ഉത്തേജിപ്പിക്കും ഈ നാമം ചൊല്ലിയാൽ. 40 മിനിറ്റോളം നമ്മൾ അതിനകത്ത് നന്നായിട്ട് ഇമേഴ്സ് ചെയ്തിരുന്നു
ഇത് ചൊല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഡിവൈനിറ്റി നല്ല പോലെ നമുക്കുണ്ടാവും. ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി ചേച്ചി? ഞാൻ കുറേ ബുക്കുകൾ വായിക്കും. ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് അതിനകത്ത് ഇതിൻ്റെതായ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും. പിന്നെ ഇപ്പൊ യൂട്യൂബിൽ എന്തെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഈ ലളിതാ സഹസ്രനാമത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇപ്പൊ എന്നെ പോലെ സാധാ വീട്ടമ്മമാർക്കൊക്കെ കുറെ അറിവ് കുറവാണ്. പക്ഷെ ചേച്ചി ഇത് ഇപ്പം എല്ലായിടത്തും നിന്നും ശേഖരിച്ച അതിന്റെ അറിവുകൾ നേടിയെന്നും ചേച്ചി പറഞ്ഞില്ലേ? അപ്പൊ ആ കിട്ടിയ അറിവിന്റെ ഒരു ബേസ് ലെവൽ ഒന്ന് ഞങ്ങളുടെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാവോ? ഇതിന്റെ ബേസ് ലെവൽ എന്ന് പറയുന്നത് ആക്ച്വലി സ്ത്രീകളെന്ന് പറയുന്നതാണ് ഒരു വീട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് പറയുന്നത് അമ്മമാരാണ്. ഇപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിലൊരു ദൈവജ്ഞനായിട്ടൊരു ഞങ്ങളുടെ ഒരു വെൽവിഷറുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് പറയാം, അദ്ദേഹം ഒരു 100,000 ഫാമിലിയെ മീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ്, ഓരോ വീട്ടിൽ ചെന്നാലും ആ വീട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കുമ്പോൾ അതെല്ലാം സ്ത്രീകളാണ്, അമ്മമാരാ വീട്ടിലെ പ്രശ്നങ്ങൾ. എന്നാൽ ഒരു കുടുംബം കൊണ്ടുപോകാനും നശിപ്പിക്കാനും കഴിവ് സ്ത്രീകൾക്കുണ്ട്. സ്ത്രീകൾക്കാണ് അത് നന്നായിട്ടൊരു കുടുംബത്തെ കൊണ്ടുപോകാൻ. ഇപ്പം ഭർത്താവ് ചിലപ്പം ഒരു കഴിവില്ലാത്ത ഒരാളായിരിക്കാം, പക്ഷെ സ്ത്രീ നല്ലതുപോലെ അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് നല്ല സ്ട്രോങ് ആണെങ്കിലുണ്ടല്ലോ ആ കുടുംബം നല്ല രീതിയിൽ വരും, മക്കൾ നല്ല രീതിയിൽ വരും. എല്ലാ കാര്യങ്ങളും നമുക്ക് ജോലി ചെയ്യാം, പൈസ ഉണ്ടാക്കാം, വീടിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാം, മക്കളുടെ കാര്യം നോക്കാം, എല്ലാം നോക്കാമല്ലോ. ഭർത്താക്കന്മാർ അക്കാര്യത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കുറവായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ നോക്കും, പിള്ളേർ വന്ന് നോക്കും, ഫോൺ അറ്റൻഡ് ചെയ്യും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യും. അത് അത്രയും ഒരു കാര്യം പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവരൊറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പം സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മാനേജ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കേണ്ടത്, നമ്മളിനി ശാസ്ത്രജ്ഞരായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പാട്ടുകാരായാലും ആക്ട് ചെയ്യുന്ന ഒരാളായാലും ശരി തന്നെ, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ? അല്ലേ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈശ്വര വിചാരം നമുക്ക് വേണം. ആ ഈശ്വര വിചാരം വേണം. നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിൻ്റെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ആദ്യമേ ക്ഷേത്രത്തിൽ പോവുക, അവിടെ പോയി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മുടെ മതങ്ങൾ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത്, അത് ഏതൊക്കെ ദൈവങ്ങൾക്ക് എന്തെല്ലാം നാമങ്ങളുണ്ട്, ഇതൊക്കെ ചുമ്മാ ഇരുന്ന് പഠിക്കണം. ആദ്യമായിട്ട് നമ്മളൊരു ടീച്ചബിൾ ആവണം, പഠിക്കാൻ തയ്യാറാകണം. ചേച്ചി ഇപ്പൊ കാര്യം ചെയ്യുന്ന എല്ലാം അതിനൊരു കാര്യകാരണങ്ങളോടുകൂടിയാണെന്നല്ലോ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ പോയി നിന്ന് പഠിക്കണം, അതെല്ലാം ചെയ്യണം എന്നാണ്. പക്ഷെ ചേച്ചി പണ്ട് കാലത്തൊക്കെ ഇപ്പം നമ്മുടെ ഇടയിലാണെങ്കിലും വൈകിട്ട് 7:30 മണിയാകുമ്പോ പ്രാർത്ഥിക്കണം അല്ലെ? അത് ഏതിനാന്നുള്ള ചോദ്യമില്ല അവിടെ. ഇപ്പം ഹിന്ദുസിന്റെ ഇടയിലാണെങ്കിൽ അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? സന്ധ്യക്ക് നാമം ജപിക്കണം. അത് നാമം ജപിക്കാന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ എന്തിനാണ് അതിന്റെ റീസൺ, അതൊന്നും നമ്മളുടെ എക്സ്പ്ലനേഷൻ ഇല്ല. നമ്മൾ പലരും വിചാരിച്ചേക്കുന്നത് നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ അത് ദൈവം എവിടെ ഇരുന്നോ കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ തരും എന്നാണ്. ശരിക്കും ഹിന്ദു മതം അതല്ല പറയുന്നത്. നമ്മളിത് ചൊല്ലുമ്പം ഭഗവതി എവിടെയോ ഇരുന്ന് അല്ലെങ്കിൽ ഭഗവാൻ എവിടെയോ ഇരുന്നത് കേൾക്കുമല്ല. നമ്മൾ ചൊല്ലുമ്പം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളിത് ഭഗവാൻ ഇത് ആസ്വദിക്കുക ചെയ്യുന്നത്. അതായത് ഭഗവാൻ ഉള്ളിലാണ്. മറ്റുള്ള മതങ്ങൾ പറയും ദൈവം എവിടെയോ ഇരുന്ന്, അങ്ങനെ ഇല്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അപ്പം നമ്മളിത് ചൊല്ലുമ്പം നമ്മളിൽ ആ ചേഞ്ച് വരുമ്പം നമ്മളിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലെല്ലായിടത്തും പ്രസരിക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന വഴിയിൽ നിന്നും മാറി നടക്കാൻ ചിലപ്പോൾ തോന്നത്തില്ല. അമ്മ നല്ല പ്രാർത്ഥനക്കാരിയാണെങ്കിൽ മക്കൾക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമോ? അതെ, നമ്മളാണ് മാതൃകയാവേണ്ടത്. രണ്ടാമത്തെ മകൻ കാർത്തിക് ഈ അടുത്ത സമയത്ത് പറഞ്ഞു, നമ്മുടെ വീട്ടിലിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തുണ്ടായി. ഇതിൻ്റെ എല്ലാ റീസൺ അമ്മയുടെ പ്രാർത്ഥനയാണ്. അവൻ പറഞ്ഞ പിള്ളേരെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ എല്ലാവരും നമ്മുടെ ഹിന്ദു മതത്തിലുള്ള മിക്കവരും ലളിതാ സഹസ്രനാമം വായിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചേച്ചി പറയുന്ന പോലെ ഇപ്പൊ ആ ഒരു ഡിഫറൻസ് അത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമായിരിക്കും അല്ലെ? സ്പിരിച്വലി ആയാലും നമ്മുടെ അല്ലാതെ ഭൗതികമാണെങ്കിലും ഒരാഗ്രഹിക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടാവും. അവരാഗ്രഹിക്കുന്ന വ്യത്യാസം നമ്മുടെ ഇതിന്റെ ഫലശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതി എന്ന് പറഞ്ഞൊരു പേജ് തന്നെ ഉണ്ട്. അതിനകത്തൊരു വീട്ടിനകത്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നാണ് യോഗീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, ഇത് സംസ്കൃത വാക്കുകളാണ്, വളരെ അക്ഷരത്തെറ്റില്ലാതെ വളരെ ഭക്തിയോടുകൂടി അത് ചൊല്ലുന്നത് മാത്രമല്ല, ആ നാവ് കൊണ്ട് വേറൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പോകരുത്. അതും കൂടെ ആവണം. നമ്മളെപ്പോഴും നല്ല പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ തന്നെ പല ആളുകളും അവിടെ ഒന്ന് തൊഴുതിട്ട് അപ്പുറത്തോട്ട് മാറിയുന്ന അയലത്തെ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അല്ല, അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിമർശിക്കാം, ഒരു മനുഷ്യനെ അത് പക്ഷെ ആരോഗ്യപരമായിരിക്കണമെന്നേ ഉള്ളൂ. ഈ അപവാദം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിന്നിട്ട് നമ്മൾ അത് ശരിക്കും ആത്മീയതയിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ മാറിക്കോളും മോളെ.
ദൈവമായിട്ട് മാറ്റി പിന്നെ ദൈവമായിട്ട് തന്നെ നമ്മളെ മാറ്റും. ഈ ചക്രങ്ങളെ കൊണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ടെന്ന ഷഡാധാരങ്ങൾ. അത് ഇതൊരു വലിയ സബ്ജക്റ്റാണേ. നമ്മൾ ഈ ഒരു ചെറിയ ചേച്ചി എന്നാ എനിക്ക് ഇഷ്ടമായത് കേൾക്കാന്. ഇത് എന്നെ പോലെ തന്നെ ചേച്ചി വായിക്കുന്നവർ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കട്ടെ. സഹസ്രാര പത്മം തൊട്ട് മൂലാധാരം വരെയുള്ള ഈ 6 ചക്രങ്ങളിൽ ഈ 51 അക്ഷരങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആ മുതൽ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ ഉപശബ്ദങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഈ സഹസ്രാര പത്മം പ്രവർത്തിച്ചു തുടങ്ങും. ഹം ഷം എന്ന് പറയുന്ന അക്ഷരങ്ങൾ നമ്മുടെ ഈ ആജ്ഞാചക്രം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ശബ്ദമാണ് ഈ ഹം ഷം. അപ്പം നമ്മൾ ഈ ചൊല്ലുന്ന നാമങ്ങളിലെല്ലാം ഈ അക്ഷരങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചക്രങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിന് പോലും ഇത് നല്ലതാണ് നാമം ചൊല്ലുന്നത്. അപ്പോൾ ഓരോ അക്ഷരത്തിലും ദൈവികമുണ്ട്. പിന്നില്ലേ, അതുകൊണ്ടാണ് നാവ് കൊണ്ട് വേറൊന്നും പറയരുതെന്ന് ഈ പറയുന്നത്. ചീത്ത പറയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. സംസ്കൃതം ഉണ്ടായ ഇപ്പൊ ആലിസ് ആക്ച്വലി ഒരു മതപ്രഭാഷകയായിട്ട് മാറി ഇപ്പൊ ഈ അമൃത ഷോയ്ക്ക് ശേഷം. ഞാൻ ഈ അമൃത ടിവിയുടെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കുന്നുണ്ട്. ആനീസ് കിച്ചൺ കഴിയുമ്പോൾ വേറെ കുറെ പേരും കൂടെ വിളിക്കും. ആ പ്രോഗ്രാമിൽ മാത്രം ക്രെഡിറ്റ് ഒന്നും വേണ്ട, ആനീസ് കിച്ചനും കൂടെ ക്രെഡിറ്റ് വേണം. ഇത് നാവ് കൊണ്ട് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേറെ ശ്രദ്ധ പോവുകയും ചെയ്യരുത്. അതെങ്ങനെ കോൺസെൻട്രേഷൻ എടുക്കും? ആ കോൺസെൻട്രേഷൻ വരാൻ കുറെ ദിവസം എടുക്കും. അതിനെന്തറിയോ, വീട്ടമ്മമാരല്ലേ ഇത് ചൊല്ലുന്ന സമയത്ത് ദൈവമേ ഗ്യാസ് അടച്ചോ ഇല്ലേ, ദൈവമേ ദോഷമാവോ ഉണ്ടോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ. ഇതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാ നമ്മുടെ ചിന്ത വേറെ പോണത്. നമ്മൾ ഈ ദേവിയുടെ അംഗപ്രത്യംഗങ്ങളായിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ശരിക്കും ആക്ച്വലി ഈ പറയുന്നത്. ചേച്ചി ഇത്ര ഡെപ്ത് ആയിട്ട് എവിടെ നിന്ന് പഠിച്ചത്? ഇത് എന്റെ ബുക്കുകളുണ്ട്, അതൊക്കെ ഞാൻ വേണമെങ്കിൽ തരാം, വരുത്തി തരാം. ഞാൻ ചേച്ചി വിളിച്ച് ചോദിച്ചു കേട്ടോളാം. ആക്ച്വലി ഞങ്ങൾ ഈ ചെല്ലുന്നിടത്തൊക്കെ ഈ പിന്നെ 1 മണി 45 മിനിറ്റ് വേണം ഈ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ. അത്രയും സമയം നമുക്ക് അത് ചൊല്ലി കഴിഞ്ഞാൽ ഇതേപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതെ, പറയാൻ പറ്റില്ല. അപ്പോൾ പലയിടത്തും ഇതൊന്നും ചൊല്ലി പഠിപ്പിക്കാൻ പലരും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂട്യൂബ് ചാനൽ യൂട്യൂബ് കലാഭവൻ ആലീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഇനി ഞാൻ അതിലേക്ക് ലളിതാ സഹസ്രനാമം ഞാൻ സാധാരണ അമ്മമാര് ചൊല്ലുന്ന പോലെ ഞാൻ ചൊല്ലി ഇടുന്നുണ്ട്. അപ്പൊ അവർക്ക് പല അമ്മമാരും എന്നോട് പറഞ്ഞ മോളെ ഞങ്ങൾക്കും കൂടെ ഒന്ന് കൂടെ ചൊല്ലാൻ വേണ്ടി പതിയെ സ്പീഡ് കുറച്ചൊന്ന് ചൊല്ലി ഇടുന്നതെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ചൊല്ലി ഇടാം. ഇപ്പൊ ചേച്ചി അന്ന് ആ പ്രോഗ്രാമിൽ പാടിയത് സ്പീഡിലാണോ? അല്ല, അത് നോർമൽ സ്പീഡിൽ, നോർമലാ സാധാരണ ഞാൻ എന്റെ വീട്ടിൽ ചൊല്ലുന്ന അതേ രീതിക്കാണ് ഞാൻ പാടിയത്. ഓക്കെ. അല്ല, അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ അത് ശ്വാസത്തിന് നല്ലതാണ്, അത് അന്ന് പറഞ്ഞു ആ പ്രോഗ്രാമില്. അതെങ്ങനെ മനസ്സിലായി ചേച്ചി? അത് ആദ്യ സമയത്ത് ഞാൻ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോണ്ടല്ലോ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ ശ്വാസം എടുക്കുമായിരുന്നു ആദ്യമേക്കെ ഞാൻ. ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാന. ഇതറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ശ്വസനക്രിയ. 40 മിനിറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നാമങ്ങൾ ചൊല്ലുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ ഭയങ്കര കടുകട്ടിയായിട്ട് നമ്മളിങ്ങനെ ഉച്ചരിക്കുകയും ഈ ശ്വാസം എടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ലങ്സിന് നല്ല എക്സസൈസാ. ഓക്കെ. പറയുന്നത് ഒരു വരി തീരുമ്പോൾ നെക്സ്റ്റ് ശ്വാസം എടുക്കാവുള്ളൂ. ആദ്യമേ നമ്മൾ അങ്ങനെ ഇത് ചൊല്ലാൻ പറ്റും. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ചിലര് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത. ഇപ്പം ഞാനൊക്കെ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർഭാഗു സമന്വിത രാഗ്. ഇങ്ങനെ 3 4 ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത അത്രയ്ക്കും കപ്പാസിറ്റി വന്നു നമുക്ക്. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരം ഇത് ചൊല്ലി ഇത് കാണാപ്പാടായത് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ബോഡിക്കകത്തൊരു നല്ല ഒരു മൂവ്മെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യും, വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഒരു ശബ്ദം പോലും നമുക്ക് കേൾക്കുന്ന അപ്പൊ അരോചകമായിരിക്കും നമ്മൾ വീട്ടിൽ. അല്ല, അപ്പൊ ചേച്ചിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്ത് എത്ര നാൾ കഴിഞ്ഞ ശേഷം? അത് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ വർഷങ്ങളെടുക്കും. ഈ ഒരു ഉപാസനയല്ലേ ഇത്. നമ്മൾ വെറുതെ ബുക്ക് വായിച്ചാൽ നമുക്കൊരു ഫീലും തോന്നത്തില്ല. പക്ഷെ ഇതെനിക്ക് വേണമെന്ന് ചിന്തിച്ച് ഇത് മാത്രമല്ല ഏതൊരു ഇത് ആണെങ്കിലും നമ്മുടെ പാഷൻ ഇപ്പൊ ഇത് ഫോൺ എടുത്ത് നോക്കിയാൽ പാചകക്കാരുടെ ബഹളമാണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ ഇവിടെ കുറേ പേര് എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ആനീസ് കിച്ചൺ, അയ്യോ ആനീസ് കിച്ചണോ എന്ന് ചോദിക്കും. എന്താണെന്നറിയാമോ, ഈ പാചക രീതി എന്ന് പറയുന്നത്
പ്രത്യേക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്ന് വെച്ചാൽ അതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മോടെ സംസാരം. അയ്യോ ദൈവം തമ്പുരാനെ. നമ്മുടെ ഒരു നടി എന്ന് പറയുന്ന ഒരാളുടെ നാട്യങ്ങളില്ലാതെ ഒരു സാധാരണ സ്ത്രീയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കോട്ടയത്തൊക്കെയുള്ള അമ്മമാരും അമ്മച്ചമാരൊക്കെ അല്ല ഈ ആനിയുടെ ഷോ വന്നപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു കണ്ടാ ഞങ്ങളുടെ കോട്ടയത്തെ ഭാഷ. അതെ എന്നാന്നറിയാം, ഞാനൊരു കാര്യം പറയാം ചേട്ടാ. ഇപ്പൊ ഞങ്ങളിങ്ങനെ വർത്താനം പറയല്ലേ കോട്ടയം, അല്ലെങ്കിൽ തന്നെ എല്ലാ നാട്ടുകാർക്കും ഉള്ളത് ഇതാന്ന് തോന്നുന്നു. ഇപ്പൊ കോട്ടയം എന്ന് പറയുമ്പോ ഈ നമ്മുടെ എന്നൊരു ഒത്തൊരുമോടെ വരും അല്ലേ? അത് ശരിക്കും ആ സംഭാഷണ രീതിയാണ് ഈ ഷോയെ ഇത്രയും വലിയ ഒരു പോപ്പുലർ ആക്കി മാറ്റിയത്. ഇങ്ങനെ ഈ സ്റ്റൈൽ മാറ്റുകയേ ചെയ്യരുത്. ഫാഷനബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരുപാട് നടികളുണ്ട്, പക്ഷെ അവരുടെയൊക്കെ മലയാളം കേൾക്കും നമുക്ക് എന്തോ പോലെ ഒരു ചേച്ചി എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എന്നതാണോ അതേ ഉള്ളൂ ഇവിടെ, അതിനകത്ത് ഒരു മാറ്റം. അതുകൊണ്ട് ഈ ഷോ ഇത്രയും പോപ്പുലർ ആയത്. ഇത് തന്നെ പോട്ടെ, ഞാൻ തന്നെയാണ് ആനി. ഇത് വെളിയിലാന്നേലും ഇവിടെ ആന്നേലും എവിടെ ആന്നേലും ഞാൻ ഇത് തന്നെയാണ്. ഇനി അത് മാറുകയല്ല. ചേച്ചി ഒറ്റ കാര്യം, ഞാൻ ഫുഡ് എടുക്കുന്നതിന് മുന്നേ ചേച്ചി എന്നോട് ഇത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ആ ലളിതാ സഹസ്രനാമം ഒരു 4 വരി എനിക്കും കൂടെ ഒന്ന് ചൊല്ലാൻ വേണ്ടി. യൂട്യൂബിൽ ഈ മീറ്ററിൽ എങ്ങനെ ചൊല്ലണം, ഏത് രീതിയിൽ നമ്മൾ വേറൊരു തേർഡ് പേഴ്സൺ പഠിക്കണം എന്ന രീതിയിൽ തന്നെ യൂട്യൂബിൽ ഇറക്കണേ, വാക്കാണേ. തീർച്ചയായും ഞങ്ങൾക്കൊക്കെ കേട്ട് പഠിക്കണം. അത് മാത്രമല്ല അതിന്റെ ഡീറ്റെയിലിംഗ് അടുത്തൊരു എപ്പിസോഡായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലായിടവും ഞാൻ ഈ ധ്യാന ശ്ലോകം ചൊല്ലും. അപ്പൊ സിന്ദൂരാരണ വിഗ്രഹം തിരുനയനാം മാണിക്യ മൗലീസ്പുരത്ത് അത് ചൊല്ലാം. മറ്റേ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങിയാൽ നമ്മൾ ആ പാദം വരെ ചൊല്ലി വേണം നിർത്താൻ. അത് കുറച്ച് ലെങ്തിയാണ്. അതായത് പാദം എന്ന് പറയുമ്പോൾ ശ്രീമാത തുടങ്ങുമ്പോൾ ദേവിയുടെ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമസിംഹാസനേശ്വരി മേള് തൊട്ട് താഴോട്ട് വന്നിട്ട് വരുന്ന പാദം വരെ ദേവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ലളിതാ സഹസ്രനാമം. ശ്രീ പദാംബുജ അവിടം വരെ കൊണ്ട് നിർത്തണം. കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ആരെങ്കിലും വന്നാലും മുടങ്ങിയാൽ നമ്മൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഒന്നേന്ന് തുടങ്ങി വേണം ചെയ്യാൻ. അതായത് പകുതിക്ക് വെച്ച് നിർത്തി ചെന്നൈയിൽ പണിയെടുത്ത് വെച്ച് തിരിച്ചു വന്നേച്ച് തുടങ്ങാൻ പാടില്ല. ആദ്യം തന്നെ പിന്നെ മുടക്കം വരുത്താൻ പാടില്ല. അത് മുടങ്ങി പോകരുതെന്നാണ് അതിന്റെ ഒരു ശാസ്ത്രം. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാണ ഊർജം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഇതാണ് ഇത് ചൊല്ലുന്നതെന്ന് പറയുന്നത്. അപ്പൊ അത് നിന്ന് പോകും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുക. നമ്മളിത് ചൊല്ലുമ്പം ആക്ച്വലി നമ്മുടെ ശരീരം ശബ്ദത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരീരം ഉണ്ടായിട്ടുള്ള ശബ്ദം, ഒരു രസം, രൂപം, ഗന്ധം, സ്പർശം, ഇങ്ങനെയൊക്കെയുള്ള പഞ്ചതന്മാത്രകളുണ്ടല്ലോ. അതിന്റെ ഒരു വകഭേദമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രധാനമായ കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശബ്ദം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഒക്കെ ദേവികളെ സിംബോളിക്കായിട്ട് വരച്ചു വെക്കുമ്പം ദേവിയുടെ കഴുത്തിൽ ഒരു കപാല മാലയുണ്ട്, കണ്ടിട്ടുണ്ടോ? 51 തലയോടുകളാണ് കഴുത്തിൽ കിടക്കുന്നത്. അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ ഈ ശരീരത്തിന് ഇത്രയും മേളിലോട്ടുള്ള ഭാഗമാണ് ശബ്ദം ഉണ്ടാക്കുന്നതിൽ പ്രാധാന്യമുള്ള നാവ്. അപ്പം ആ നാവ് 51 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ 51 അക്ഷരങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ ഇങ്ങനെ അമ്മ ഈ 51 കപാലമാല ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതിനാണ് തലയോട്ടി. മലയാള സംസ്കൃതത്തിലാണ് എല്ലാ ഭാഷകളും ഉണ്ടായിട്ടുള്ളത്. അത് 51 അക്ഷരമാണ്. അത് ശിവന്റെ തുടി ഒട്ടുമ്പോഴുള്ള ശബ്ദമാണെന്നാണ് പറയുന്നത്. ഉടുക്കിൽ ഈ നൃത്തം ചെയ്യുമ്പോൾ ഈ ഭൂമിയെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന ദ ബിഗ് ബാങ് തിയറി എന്ന് നമ്മൾ വായിക്കത്തില്ലേ, അത് ശിവന്റെ താണ്ഡവം എന്നാണ് പറയുന്നത്. അത് വേറൊരു സയൻസ്, ഇത് വേറൊരു സയൻസ്. ഇത് രണ്ടും ഒന്ന് തന്നെ. നമ്മൾ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ശിവതാണ്ഡവം എന്ന് പറയാം. ഈ ശിവതാണ്ഡവത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു 4 ദിവസം പറഞ്ഞാലും തീരത്തില്ല. ഇത് ഭൂമി ഉണ്ടായ പ്രപഞ്ചം ഉണ്ടായത് അങ്ങനെ ശബ്ദം ഉണ്ടായി. ആ ശബ്ദമാണ് ഈ അക്ഷരങ്ങളായി മാറി. ആ അക്ഷരങ്ങൾ ലിപികളായി മാറി. ആ ലിപികളാണ് നമ്മുടെ നാവിൽ നമ്മൾ ഉച്ചരിക്കുന്നത്. ആ അക്ഷരങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുമ്പം നമ്മുടെ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ഈ പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ്, ഈ ആത്മാവ് പ്രവർത്തിക്കുന്ന പ്രാണൻ വഴിയാണ്. ആ പ്രാണൻ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് മൂലാധാരത്തിൽ വന്നിട്ട് ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മൂലാധാരത്തിൽ ഇങ്ങനെ 3.5 ചുറ്റായിട്ടൊരു കിടങ്ങും. അതിനെ ഉണർത്തുക എന്നതാണ് നമ്മളുടെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അത് ഉണരുന്നതിനാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ തന്നിരിക്കുന്നത്. ശരിക്കും നമ്മളൊക്കെ ഈശ്വരന്മാരെ തന്നെയാണ്, ദേവികളും ദേവന്മാരും. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം നമ്മൾ തന്നെയാണ്. ആ നമ്മളെ ഉണർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ നാമങ്ങളൊക്കെ. അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ നമ്മളൊക്കെ ഈശ്വരനെ ദർശിക്കും. നമ്മളൊക്കെ ഈശ്വരന്മാരാണെന്നും നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ ഉണർത്താനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതെന്നും നമ്മൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതെന്നും ഉരുവിടുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഇത് നമ്മുടെ വീടിന് നല്ല ഒരു പ്രകാശം തരും. മക്കളൊക്കെ നല്ല നിലയിലാകും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. പൂർണ്ണ സമർപ്പണത്തോടെ സമർപ്പണത്തോടെ ചെയ്യണം. അത് അത്യാവശ്യം. അതെ.
വേറെ ഒരു ചിന്തയില്ലാതെ പൂർണ്ണ സമർപ്പണം ഈശ്വരനിലേക്ക് അർപ്പിച്ചതിന് ശേഷം ചോദിക്കുക. പക്ഷെ ചേച്ചി പറഞ്ഞ ഈ ഡെപ്ത് കുറച്ച് ഡീപ്പാണ് ഈ പറഞ്ഞ സബ്ജക്ട്. ഈ മൂലാധാരവും അവിടെ 3.5 ചുറ്റ് ഇതിലൊരു പാമ്പ് കുണ്ടലിനി ഇതൊക്കെ. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ, കുണ്ടലി എന്ന് പറഞ്ഞാൽ സർപ്പം എന്നാണ് അതിനർത്ഥം. ആ വാക്കിന്റെ അർത്ഥം കുണ്ടലി എന്ന് പറഞ്ഞാൽ സർപ്പം എന്നാണ്. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ആ സർപ്പം. അതുകൊണ്ട് ഈ സർപ്പത്തിന്റെ രൂപത്തിൽ ശരിക്കും നമ്മൾ അമ്മമാരുടെ ഗർഭത്തിൽ ഉരുവാകുന്നത് സർപ്പരൂപത്തിലാണ് കിടക്കുന്നത്. നമ്മൾ സർപ്പത്തിന്റെ രൂപം ആദ്യം തലയല്ലേ ഉണ്ടാകും. തലേന്ന് നട്ടലിൽ ഇങ്ങനെ വളർന്നൊരു പാമ്പിന്റെ രൂപത്തിലാണ് വരുന്നത്. അത് പിന്നെ വികസിച്ചാണ് മനുഷ്യന്റെ രൂപമാകുന്നത്. ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്. നമ്മൾ അമ്പലത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിന്റെ ആ ശ്രീകോവിലിൽ നിന്ന് വരുന്ന എനർജിയും പാമ്പിന്റെ രൂപത്തിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ ഒരു തരംഗ രൂപത്തിലാണ് സന്ദർശിക്കുന്നത്. അങ്ങനെ നടക്കുന്നത് പാമ്പ് മാത്രമാണ്, സർപ്പം മാത്രമാണ്. അതുകൊണ്ടാണ് സർപ്പത്തെ നമ്മൾ ഈശ്വരന്മാരായി ആരാധിച്ചിരിക്കുന്നത്. സർപ്പം നമ്മുടെ ശാരീരിക ശാസ്ത്രമാണ്. അത് ശരിക്കും പ്രാണ ഊർജ്ജമാണത്. ഊർജ്ജമാണ് ഈ പാമ്പെന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ എനിക്ക് ചേച്ചിയുടെ വർത്താനം പറഞ്ഞിട്ട് 6 ചക്രങ്ങളുണ്ടെന്നും കുണ്ടലിനിയാണ് ഏറ്റവും ബിലോ എന്നും അവിടെ സർപ്പരൂപത്തിൽ ഈശ്വരൻ ഉണ്ടെന്നും അതിനെ നമ്മൾ ഉണർത്താനാണ്, അത് സംസാരത്തിലെത്തണം. ഞാൻ അറിയുന്ന പോലെ തന്നെ നോക്കും ഇതെല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറയുന്ന ഏത് സബ്ജക്റ്റും അല്ല, ഞാൻ എന്താണെന്നറിയോ ചേച്ചി, ഞാനിത് പെട്ടെന്ന് ഈ ഗ്രാസ്പ് ചെയ്യാൻ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റി പഠിക്കാൻ ഇഷ്ടമാണ്. അത് തന്നെ ഏറ്റവും നല്ല മോക്ഷം കിട്ടാനുള്ളൊരു മാർഗ്ഗമായി സ്പിരിച്വാലിറ്റി പഠിക്കാൻ പറയുന്നത്. എനിക്ക് വൈകാൻ ഐശ്വര്യം ഉണ്ട്. അത് സത്യം. ഞാൻ പറയുന്ന ഏത് സബ്ജക്റ്റിനും തിരിച്ച് അതേ നാണയത്തിലെ ആൻസർ പറയുന്ന ഒരാൾ ഞാൻ ആദ്യമായിട്ട് കാണുക. വാവിളിച്ചിരിക്കത്തുള്ളൂ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ്. ആക്ച്വലി ആലിസ് ഈ മതപ്രഭാഷകയായി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ 41 ദിവസത്തെ ആധ്യാത്മിക യജ്ഞം ഈ വൃശ്ചികത്തിലുണ്ടാവുന്ന ആലിസ് പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ പോയി നോട്ട്സൊക്കെ എഴുതാമായിരുന്നു. അപ്പോൾ നോട്ട്സൊക്കെ എഴുതി വീട്ടിൽ വന്നിട്ട് എന്നോട് പറയും, എനിക്ക് ഇതുപോലെ ഒന്ന് പറയാൻ പറ്റിയായിരുന്നെങ്കിൽ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറയും പാട്ടായിട്ടൊക്കെയാണ് ഞാൻ അർത്ഥമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത ഉള്ളതുമായിട്ട് പിന്നെ തീർച്ചയായിട്ടും ചേച്ചി എന്തോ ഒരു ഡീപ്പായിട്ട്, അതൊരു ശരിക്കും ഒരു ഡീപ്പ് സബ്ജക്റ്റ് ആണ്. അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് വരാനും പറ്റില്ല എന്നാ പറയുന്നത്. അല്ല, ഇപ്പൊ എനിക്ക് ബേസ് ആയിട്ട് ഒരു കാര്യം ചേച്ചി പറഞ്ഞത് എന്റെ പ്രേക്ഷകർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെ ചേച്ചി, അപ്പൊ അതാണ് ഒരു ശിവനെ കുറിച്ചൊരു ശ്ലോകം തന്നെ ഇല്ലേ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാനാകും ശിവശംഭോ. എന്റെ പ്രേക്ഷകരോട് സത്യം ഞാൻ പറയട്ടെ, ഈ ശ്ലോകം ഞാൻ ആദ്യം വായിക്കുമ്പോ ഞാൻ വിചാരിച്ചെന്താ അറിയോ, കാട്ടിക്കൂടെ നടക്കുമ്പോ എവിടെയോ ഒരു 6 പടി കാണും, അവിടെ കൂടെ പടി കാണി ചെല്ലുമ്പോഴത്തേക്ക് ശിവനെ കാണാൻ പറ്റും. ഇന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം 18 പടി കടന്ന് അയ്യപ്പനെ ദർശിക്കുന്നതും അത് തന്നെയാ. അവിടെ കടന്ന് ചെല്ലുമ്പോ തത്വമസി അതെല്ലാം ഒന്ന് തന്നെ. അത് ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട് ചേച്ചി. അതായത് 18 പടി 18 തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ 18 തത്വങ്ങൾ നമ്മൾ മനുഷ്യൻ അത് മാറി, ആ 18 തത്വങ്ങൾ ഉൾക്കൊണ്ട് ഒരു മനുഷ്യൻ 18ാം പടിയിൽ എത്തുമ്പോൾ വായിക്കുന്ന വാക്യമാണ് തത്വമസി. അത് നീ തന്നെയാണ് ഞാൻ എന്നുള്ള ഒരു അർത്ഥം മാത്രമാണ്. അപ്പം പറയണം എന്ന് പറഞ്ഞത് അത് എന്നോട് ഒരാള് പറഞ്ഞു തന്നാണ്. അത് അപ്പൊ പറയണം അഹം ബ്രഹ്മാസ്മി, അത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയണം എന്നൊക്കെ. ഇത് ഞാൻ പറയാം, എനിക്ക് ഇതിനെ കുറിച്ച് പഠിക്കാൻ ബ്രഹ്മം ആകുന്നു, അഹം ബ്രഹ്മ അസ്മി, ഞാനാകുന്നു. അത് ഈ 18 പടിയുടെ തത്വം അതാണെന്ന് എനിക്കറിയാം. എന്തായാലും ചേച്ചി അമ്മയുടെ ധ്യാനത്തിന്റെ ഒരു 4 വരി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുക്കാം. അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് എച്ചിലാക്കണ്ടല്ലോ. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലേ സ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിദേക്ഷണാം ശശലചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിപിരാവൃതാം മയൂഖൈരഹം ഇത്യേവ വിഭാവയേ ഭവാനിം. എന്ത്
ചേച്ചി മീറ്റർ ഒക്കെ എങ്ങനെ മനസ്സിലാക്കി? ഇതിലാണ് ശ്വാസം. അത് ഈ താളത്തിൽ ഇങ്ങനെ ചൊല്ലണം. താളമുണ്ട് ഈ അക്ഷരങ്ങൾക്കൊക്കെ. മാത്രമല്ല ഈ പദങ്ങൾ മുറിയരുത്, മുറിയാതെ അർത്ഥം മാറാതെ. പദങ്ങൾ മുറിയാൽ അർത്ഥം മാറും. ഓക്കെ, ചേച്ചി എന്തായാലും യൂട്യൂബിൽ ഇടുമ്പോ ഇത് ഇങ്ങനെ വ്യക്തമായിട്ട് ഇടണം കേട്ടോ. എന്നാലേ ഞങ്ങൾക്കൊക്കെ ഈ നിർത്തി പാടുകൂട്ടി എന്ന് നിർത്തി പാടുകൂട്ടി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ചേച്ചി ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കുക. തീർച്ചയായിട്ടും പഠിപ്പിക്കാം. എത്ര പേരുണ്ട്, ചിലർ ഇങ്ങനെ ശ്രീമാത ശ്രീ മഹാരാജി മാത്രം പറഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു താളത്തിൽ ചൊല്ലിയാൽ നല്ലതാണെങ്കിൽ അവരറിയാതെ തന്നെ ഉള്ളിൽ പടിയാറും കിടക്കാൻ പറ്റും. എല്ലാ അക്ഷരങ്ങളും നമ്മുടെ നാവി വരുമെങ്കിൽ ഈ താളം വരും. നിങ്ങൾക്ക് എല്ലാവർക്കും വരും. ജലാക്ഷരങ്ങൾ വിഴുങ്ങിപ്പോ ഇച്ചിരി കട്ടി വാക്കുകളുണ്ടല്ലോ. അതെ, ആ കട്ടി വാക്കുകൾ നമ്മൾ കട്ടിയായിട്ട് തന്നെ പറയണം. ഓ അത് ശരി. ദംഷ്ട്രോജ്വലാക്ഷമാലാധിധര രുതിര സംസ്ഥിത കാളരാത്രിയാദിശക്തൗഘവൃത സ്നിഗ്ധൗധനപ്രിയ ഇങ്ങനെ പറഞ്ഞു നോക്കിക്കുക. അപ്പം ആ കട്ടിക്ക് അത് വരുമ്പോഴത്തേക്കും ഒരു താളം. ചേച്ചി സ്പീഡ് ഇടരുത്, ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് കൂടെ പഠിക്കാനും കൂടെയാണ്. ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ചൊല്ലി വരുമ്പോൾ നമ്മൾ അത് യൂസ്ഡ് ആയി അതാവും. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. മോളെ പോലെയൊക്കെ ഇങ്ങനെ അഗ്രസീവായിട്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ലോണം ഇത് പ്രയോജനപ്പെടും. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. ചില സ്ഥലത്ത് മുറിക്കാത്തതുണ്ട്, ചില സ്ഥലത്ത് മുറിച്ച് കൊള്ളുണ്ടതുണ്ട്. അങ്ങനെ അറിഞ്ഞ് ചൊല്ലുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലത്, അവർക്ക് അക്ഷരസമൃദ്ധി ഉണ്ടാവും. നല്ല ഇത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ ഒത്തില്ലെങ്കിൽ ശാസ്ത്രനാമാവലി ഉണ്ട്. അതാദ്യം ചൊല്ലി പഠിച്ചിട്ട് ചേച്ചി അപ്പത്തേക്ക് യൂട്യൂബിൽ ഇറക്കും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് കേട്ട് പഠിക്കുകയും ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ഭക്ഷണം എടുത്തിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് ബാക്കി പറഞ്ഞു തരണേ. ഭയങ്കര സംഭവങ്ങളാണ്. അയ്യോ ഒന്നുമില്ല, കൊച്ചേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ ചേച്ചി വരുന്നു എന്നുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാനൊന്ന് ശ്രമിച്ചു. സത്യം. ഞാൻ പോയിട്ടേ പ്ലേറ്റും കൂടെ എടുത്തോട്ടെ. ചേച്ചി പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? പറ്റുമോ? അതങ്ങനെ തെറ്റോ? കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇത്രയും വിളമ്പിക്കോട്ടെ. ഇത്ര അനുഗ്രഹീതയായ ഒരു കലാകാരി ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഞാനൊക്കെ ഒത്തിരി ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ്. ഒന്നുമല്ല, ഇതെല്ലാം ദൈവം തമ്പുരാന്റെ അനുഗ്രഹം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ അറിയോ, എന്റെ ആനീസ് കിച്ചണിൽ വരുന്നവർക്കെല്ലാം വയറുന്ന വെച്ച് ഭക്ഷണം കൊടുക്കും. അയ്യോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ പിന്നെ പ്രായത്തിന് പ്രശ്നം വരികയല്ലോ. ഒന്ന് മതി. എന്ത് കറിയത്? ഇതൊരു ആലു, ഇവിടത്തെ അല്ല, നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാ. ആണോ? ഇതൊക്കെ എങ്ങനെ പഠിച്ചോന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും. എന്തെല്ലാം വെറൈറ്റി ഫുഡാ കുക്ക് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല ചേച്ചി, ഇതൊരു എന്താ പറയാ, ഒരു വട്ടം എന്ന് പറയില്ലേ. ഞാനപ്പോ വിചാരിക്കാം കൊച്ചുങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത പിള്ളേരെ നല്ല ഡിഷസ് ഒക്കെ കഴിക്കാമല്ലോ പിള്ളേർക്ക്. സത്യം ചേച്ചി, അതിന്റെ വില ഇന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഈ പഠിപ്പിക്കുന്ന ശീലമാണല്ലോ പിള്ളേർ, പിന്നെ ഈ പിള്ളേർ വഷളാവുന്നേ. അമ്മ ഇത് കഴിക്കുന്നില്ലേ? ഞാൻ ചേച്ചിയെടുത്ത് വിശേഷങ്ങൾ ചോദിക്കട്ടെ. വിശേഷം പറയുന്നത് എങ്ങനെയാ? സത്യം, അതും എനിക്കറിയാം ചേട്ടാ. പക്ഷെ എന്നാ ചെയ്യാനാ, ഈ ഷോ അങ്ങനെ ആയിപ്പോയി. എനിക്ക് മിണ്ടാതിരിക്കാനും പറ്റത്തില്ല. എനിക്ക് വിശേഷമൊക്കെ അറിയുകയും വേണം. ഇങ്ങനെ ഒരു ഷോ എനിക്കൊന്ന് ഈ അമൃതയിൽ TV മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇപ്പൊ ആനി ചോദിച്ചില്ലേ, നമ്മൾ ആഹാരം കഴിക്കുമ്പം ഇതിനെ പറ്റി പറയാമോ? ലളിതാ സഹസ്രനാമം എപ്പോഴൊക്കെ ചെല്ലാന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാം. മറ്റേത് എല്ലാവരുടെയും വിചാരം കുളിച്ച് ശുദ്ധമായി ഇല്ലാതെ. അല്ല, അത് ഇത് ചൊല്ലുന്നതിന് കാലുമുഖമൊക്കെ കഴുകിയിട്ട് നമ്മള് പെൺകുട്ടികളെ ശുദ്ധമായിട്ട് ഗ്രന്ഥത്തിൽ തുടരുന്നുള്ളു. എപ്പോ വേണമെങ്കിലും ഋതുമതിയായിട്ട് ഉള്ള പെൺകുട്ടികൾക്കാണെങ്കിലും ചൊല്ലാം, ആ സമയത്തും ചൊല്ലാം. അത് ഗ്രന്ഥത്തിൽ തുടരുന്നേ ഉള്ളൂ. ചേച്ചിക്ക് ഇപ്പൊ എന്റെ ഒരു ക്യൂരിയോസിറ്റി പോലെ തന്നെയായിരുന്നു ചേച്ചിക്ക് ഇത് ആദ്യം പഠിക്കണമെന്ന്. അതിലെന്ത് ചേച്ചി ഒരു വ്യത്യാസം മനസ്സിലാക്കി പെട്ടെന്ന് അത് തോന്നാൻ കാര്യം? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങോട്ട് തന്നെ മോള് പറയുന്നുണ്ട്, അങ്ങനല്ലേ ഇങ്ങനല്ലേ ഇങ്ങനല്ലേ. അതേപോലെ ചേച്ചി അതിനെ കുറിച്ച് എല്ലാം അറിയാം. ഇതിനെല്ലാം ഇനി ഒരു ചിട്ട വന്നാൽ മതി. അതേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും അറിയാം. എന്റെ ദൈവം തമ്മിൽ പഠിക്കാൻ പറ്റില്ലോ. നമ്മള് ക്രിസ്ത്യൻ കൾച്ചറിൽ ജനിച്ചു വളർന്നിട്ടേ
നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്നതേ. എന്നാന്നറിയോ ചേച്ചി, എനിക്ക് പൊതുവേ എനിക്ക് വിശ്വാസമുണ്ട്. അതാ എനിക്കും അത് തന്നെയാണ്. ഇപ്പൊ ദൈവം തമ്പുരാനായാലും ഇപ്പൊ മുഹമ്മദ് നബി, ഏത് മുസ്ലിംസിന്റെ ആയാലും ഹിന്ദുസിന്റെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും എനിക്ക് നമ്മളെ ദൈവത്തിലൊരു വിശ്വാസം, അത് നല്ലോണം ഉണ്ട് എനിക്ക്. അത് അദ്ദേഹം അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു പൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ ഇത് തീരുന്നവരൊന്നും ഇരിക്കണം, ഞങ്ങൾക്കിത് അതെ നമുക്ക് വർത്താനം പറയാം. കൈ കഴിച്ചു വരട്ടെ ചേച്ചി. അപ്പൊ ശരിക്കും ചേച്ചി ഇവരുടെ കൂടെയൊക്കെ വന്നിട്ട് ചേച്ചി ഇപ്പൊ ഈ ലൈം ലൈറ്റിലേക്ക് അധികം വന്നില്ല, പക്ഷെ ചേച്ചി ഇഷ്ടംപോലെ ഗാനമേളകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിനോടുള്ള ഒരു ഇത് പറയോ ചേച്ചിയുടെ എക്സ്പീരിയൻസസ്? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഗാനമേള പഠിക്കൊണ്ടിരുന്നത്. ഒരു 12 വർഷം ഗാനമേള ചേച്ചിയുടെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. ചേച്ചിയുടെ ഇഷ്ടമാണ്, ഗാനമേളയ്ക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ അത് ശരി. വീട്ടിൽ നിന്ന് മ്യൂസിക് പഠിക്കുക അങ്ങനെ പറഞ്ഞിട്ടല്ല, ചേച്ചിയുടെ എനിക്ക് സ്വന്തം. ഞങ്ങളുടെ കോട്ടയത്ത് തന്നെ നല്ലൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അവരുടെ കൂടെ പോയി. നമ്മുടെ പി കെ രാജൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, മനോരമയെ വരച്ചോണ്ടിരുന്ന, പണ്ട് നോവലിലൊക്കെ പടം വരയ്ക്കുന്ന ഒരാള്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് 2 പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരായിട്ട് തുടങ്ങിയൊരു ട്രൂപ്പാണ് കോട്ടയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് സ്കൈലാർക്സ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ കേരളത്തിൽ എല്ലാ ട്രൂപ്പും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര സ്റ്റേജ് പോയെന്ന് എനിക്കറിയത്തില്ല. വിദേശത്ത് തന്നെ 22 പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നു. ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയി 3 മാസം അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് വന്നിട്ട് സിംഗപ്പൂർ, മലേഷ്യ അവിടെ ഒക്കെ എല്ലാം പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാ ദാസേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെയും കൂടെ പാടിയിട്ടുണ്ട് ഞാൻ സ്റ്റേജിൽ. കൃഷ്ണേന്ദ്രനും, ഉണ്ണിമേനോൻ, ജോളി അബ്രഹാം, മാർക്കോസ്, MG ശ്രീകുമാർ, വേണുഗോപാൽ, ഇപ്പം ഈ ജനറേഷൻ, പുതിയ ജനറേഷനിലെ കുറേ എല്ലാവരുമായിട്ടും പ്രോഗ്രാം ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമാണ്. കാരണം ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും അന്ന് പാടി അതേ ഇതിൽ തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പം അതാണ്. ഇപ്പം ഞാൻ ഗാനമേള വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 12 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തത് ഗാനമേള. മറ്റേ ഗോൾഡൻ വോയിസ് എന്നുള്ള പേരിലായിരുന്നു ഞങ്ങളുടെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളത് 12 വർഷത്തിന് ശേഷം ഗോൾഡൻ മെലഡീസ് എന്നും പറഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും. അപ്പൊ ചേച്ചി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ആത്മീയത്തെ കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട്? അല്ല മോളെ, ഈ ആത്മീയം എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു വരുത്തണ്ടല്ല, നമുക്കുള്ളിൽ തോന്നി വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ പണ്ടേ ഞങ്ങളുടെ ഒരു ശീലം മൈഫലി ചെയ്യുന്നത് എല്ലാം ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളായിരിക്കണം. എൻ്റെ മക്കളും അതുപോലെ ഒരുപാട് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യും, അത് മാത്രം ചെയ്താൽ മതി. ഈ 12 വർഷം മാറി ഇന്നതിലുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്. ഞങ്ങളുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിനെ നമ്മൾ വെൽ സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള. പിള്ളേർ 2 പേരും കല്യാണമൊക്കെ കഴിഞ്ഞു. മൂത്ത ആൾക്കൊരു മോളുണ്ട്, പ്രാർത്ഥന പിള്ള. അവൻ കാനഡയിലെ മൂത്തവൻ. രണ്ടാമത്തവനും അവിടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ വന്ന് കല്യാണമൊക്കെ കഴിച്ചു. അവർ 2 സെറ്റിൽഡായി. ഇനിയിപ്പോൾ ഞാൻ പാടാനോ പ്രാർത്ഥിക്കാനോ എന്തിനും പോകാം. ചേട്ടൻ പൂർണ്ണ സപ്പോർട്ടാണ്. സ്പിരിച്വലിയും ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഫുൾ സപ്പോർട്ട് പുള്ളിക്കാരനും പിന്നെ മക്കളും. ചേച്ചി, ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സാധനം ഞാൻ ചേച്ചിയോട് ആവശ്യപ്പെട്ടു. ചേച്ചി യൂട്യൂബിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ചേച്ചി പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു സിനിമ പാട്ടേലും വേണം. നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു, യാമിനി കന്യകതൻ മാനസവീണയിൽ സ്വാഗതഗാനം തുളുമ്പി നിന്നു. നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. പാൽക്കടൽ തിരമാല പാടി, പാതിരത്തെന്നലേറ്റു പാടി, പാൽക്കടൽ തിരമാല പാടി, പാതിരത്തെന്നലേറ്റു പാടി, ശരത്കാല വേളയിൽ മുഴുകാൻ ശശിലേഖ മാത്രം വന്നില്ല. കാത്തിരിപ്പൂ രജനി, കാത്തിരിപ്പൂ നക്ഷത്ര
കിന്നരന്മാർ വിരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. 60s 70s അതായത് 80s 68 ഒക്കെ ആണെന്ന് എനിക്ക് ആണോ? തോന്നുന്നു. ചേച്ചി 90s ഒരു പാട്ട് പാടും, 90s 2000 ഒരു പാട്ട്. ഇതേ ഇങ്ങനെ പറഞ്ഞാലുള്ളൊരു കുഴപ്പം ബുക്കില്ലാതെ ഒരു ബുക്കില്ലാതെ പാടാൻ. എനിക്ക് രണ്ട് വരിയെങ്കിലും അറിയാൻ വേണ്ടി ഏതാ 90s ഏത് പാട്ടാ? ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഇനിയിപ്പോ ആനി ഒരു പാട്ട് കൂടെ പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടുമെന്ന് അറിയാം? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. ഈ രണ്ട് പാട്ട് പാടും കാണാതെ അറിയാം. ചേച്ചി രണ്ട് വരി മതി. 90s നോക്കട്ടെ. तेरे बिना जिंदगी से कोई शिकवा तो नहीं, शिकवा नहीं, शिकवा नहीं, शिकवा नहीं, तेरे बिना जिंदगी भी लेकिन जिंदगी तो नहीं, जिंदगी नहीं, जिंदगी. 2000 എന്നൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞല്ലേ എവർഗ്രീൻ ഹിറ്റ് അല്ലേ? അതെ, അതിൽ ഒരു 150ഓളം പാട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. സത്യം. എന്നിട്ടാണ് ഒന്നും അറിയത്തില്ല ബുക്ക് വേണം മറ്റോ വേണം എന്നൊക്കെ പറഞ്ഞു. ഇത്ര മണിക്കൂറെല്ലാം പാടും. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു ബുക്ക്, ഞങ്ങളെ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാനുള്ള കാര്യങ്ങള് ഇതെല്ലാം ആയിട്ട് ഇങ്ങോട്ട് പോന്നേച്ചാ മതി. തീർച്ചയായിട്ടും അതെല്ലാം ഞങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് ഒരു തുടക്കം ഇട്ട് തന്നേന്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണിത്. ഈ ആനീസ് കിച്ചണിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം ഇത്രയും വലിയൊരു കലാകാരൻ ഞങ്ങളൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി ഇരിക്കും. ഒന്നാമത്തെ കാര്യം എന്നെ കണ്ണെടുക്കാൻ തോന്നാത്തൊരു കണ്ണിട്ടല്ലേ നീ പ്രാർത്ഥിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ കുക്കറി ഷോയിൽ വന്നിരുന്നത് ആ മോളുണ്ടാക്കിയ കൈ കൊണ്ട് ഇത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചത് എൻ്റെ പുണ്യം. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. എനിക്കും വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് എല്ലാ പ്രേക്ഷകരോടും നന്ദി. ആനീസ് കിച്ചൺ കഴിയുമ്പോഴാണ് ചേച്ചിക്ക് ഭാഗ്യം തെളിയാൻ. പാടാം നേടാൻ ഈശ്വര അനുഗ്രഹം ചേട്ടാ, അത്രേ ഉള്ളൂ. എല്ലാം ഈശ്വരൻ എല്ലാ ബ്ലെസ്സിങ്ങും ചേച്ചിക്ക് തരട്ടെ. എല്ലാം നല്ല മനസ്സോടെ ഞാനും എന്റെ പ്രേക്ഷകരും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, വളരെ സന്തോഷം. ഇതേപോലെ നിറവേറിയ എന്താ പറയാ ഓരോ എപ്പിസോഡുകളിലും വിശേഷങ്ങളും പാട്ടും അറിവുകളുമായിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയാ സന്തോഷം തരുന്ന നിമിഷമാണ് ഈ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത്. പക്ഷെ ഇനി സന്തോഷങ്ങൾ നേടാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാൻ പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.